ഹലോ ഓൾ. അപ്പം നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, റൈറ്റ്? അപ്പം നമ്മളത് നോക്കി, നമ്മളതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് നോക്കി, ഫെർട്ടിലൈസേഷൻ നോക്കി, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് നോക്കി, ഇതൊക്കെ നോക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റക്ക് ആയത് എവിടെയായിരുന്നു? നമ്മൾ എംബ്രിയോ നോക്കി, എൻഡോസ്പെം ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണ്? സീഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താ സീഡ് എന്ന് പറഞ്ഞാൽ. സിംപ്ലി പറഞ്ഞാൽ എന്താ? വിത്ത് അല്ലേ? വിത്തിനാണ് എന്ത് പറയുന്നത്? സീഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സീഡിനെ പറ്റി കൂടുതൽ എന്താ പഠിക്കാനുള്ളത് അല്ലേ? സീഡ് എന്ന് പറഞ്ഞാൽ വിത്താണെന്ന് നമുക്കറിയാം, ചെറിയ അല്ലേ, കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. പക്ഷേ എപ്പോഴും ചെറുതായിരിക്കുമോ? ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നൊരു ഫ്രൂട്ട് ഞാൻ പറയാം, മാങ്ങയുടെ വിത്ത് ചെറുതാണോ? അല്ല. വേറൊരു ഒരു ഫ്രൂട്ട് പറയട്ടെ, തേങ്ങയുടെ വിത്ത് ചെറുതാണോ? അല്ല. സോ എപ്പോഴും വിത്ത് എന്ന് പറയുമ്പം ചെറിയൊരു സാധനമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി വയ്ക്കണം. അപ്പോൾ സീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ? സീഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? റീപ്രൊഡക്ഷൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സീഡിനെ കുറിച്ച് പറയാം അല്ലേ? നമ്മളിപ്പോൾ റീപ്രൊഡക്ഷൻ മുഴുവൻ പഠിച്ചതിന് ശേഷം നമുക്ക് റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് എന്ത്? സീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ സീഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ ആൻസർ ചെയ്യുക? സീഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റാണ്, റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് എന്ത്? സീഡ് എന്ന് പറയുന്നത്. പിന്നെ സീഡ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ ആണെന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ. എന്താ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഓവറി ഉണ്ട്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നോക്കുകയാണെങ്കിൽ ഓവറി ഉണ്ട്. ഓവറിക്കകത്ത് എന്തുണ്ട്? ഒവ്യൂളുണ്ട്. എല്ലാം മറന്നിട്ട് ഈ ക്ലാസ് കാണാൻ വരുന്നത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഓവറിക്കകത്ത് എന്തുണ്ട്? ഒവ്യൂളുണ്ട്. ഈ ഒവ്യൂളാണ് എന്തായി മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ഞാൻ അന്നേരം ഒവ്യൂൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒവ്യൂളാണ് എന്തായിട്ട് മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷം നമ്മൾ ഒവ്യൂൾ ഉണ്ടാവുമല്ലോ, ഒവ്യൂളിനകത്തുള്ള എഗ്ഗും പിന്നെ മെയിൽ ഗ്യാമറ്റും ഒക്കെ കൂടിയാണല്ലോ ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ സൈഗോട്ടൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒവ്യൂൾ അവിടെ ചുമ്മാ നിൽക്കണോ? വേണ്ടല്ലോ. അപ്പോൾ ഒവ്യൂൾ സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. സീഡിനകത്തല്ലേ എംബ്രിയോ ഉണ്ടാവുക. നമ്മൾ വിത്ത് കുഴിച്ചിട്ടാലല്ലേ പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. സോ സ്വാഭാവികമായിട്ടും സീഡ് ഈ ഒവ്യൂളിനകത്തല്ലേ നമ്മൾ ഈ പറഞ്ഞ മെയിൽ ഗ്യാമറ്റും എഗ്ഗും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായേ. സൈഗോട്ടല്ലേ പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ആവുക. അപ്പോൾ ഈ സൈഗോട്ട് എംബ്രിയോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ശരിക്കും എവിടെയുള്ളത്? ഒവ്യൂളിനകത്തല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഒവ്യൂൾ സീഡായിട്ട് മാറി അത് കുഴിച്ചിട്ടാലല്ലേ പുതിയ പ്ലാൻ ഉണ്ടാവുള്ളൂ. കാരണം എംബ്രിയോ ആണ് പുതിയ പ്ലാനായിട്ട് വളരാൻ നമുക്കറിയാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിൾ കോമൺ സെൻസ് ആണ്. ഒവ്യൂളാണ് പിന്നീട് എന്തായി മാറുന്നത്? സീഡായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഏതൊരു സീഡും പോലെ എവിടെ ഉണ്ടാവുന്നത്? ഫ്രൂട്ട്സിൻ്റെ അകത്താണ് ഓൾമോസ്റ്റ് എല്ലാ സീഡ്സും ഉണ്ടാവുക. ഫ്രൂട്ട്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ നോക്കിക്കോ. വാട്ടർമെലൻ്റെ അകത്തല്ലേ സീഡ്സ് ഉള്ളത്? പുറത്തല്ലല്ലോ. മാംഗോ ഫ്രൂട്ടിൻ്റെ അകത്തല്ലേ സീഡുള്ളത്? പുറത്തല്ലല്ലോ. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ഫ്രൂട്ട് നിങ്ങൾ എടുത്താലും അകത്തായിരിക്കും ഒന്നുണ്ടാവുക, സീഡ്സ് ഉണ്ടാവുക. ഫ്രൂട്ടിൻ്റെ പുറത്തല്ല, പൊതുവേ അകത്താണ് സീഡ്സ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പറ്റുക. ഒരു സീഡിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഒരു സീഡിനെ സംബന്ധിച്ചോട് വിത്ത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നിങ്ങൾ കണ്ണോട് കാണാൻ പറ്റുന്ന ഒരു കോട്ടിംഗ് ഉണ്ടാവും അല്ലേ? സീഡിന് ഒരു പുറത്തൊരു ഔട്ടർ കവറിങ് ഉണ്ടാവും അല്ലേ? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീഡ് കോട്ട് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? സീഡ് കോട്ട്. അവിടെ ബ്രാക്കറ്റിൽ ഒരു എസ് കൊടുത്തിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? സീഡ് കോട്ട് ആവാം, അല്ലെങ്കിൽ സീഡ് കോട്ട്സ് ആവാം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്നെങ്കിൽ ചില സീഡ്സിന് ഒരു കോട്ടേ ഉണ്ടാവുള്ളൂ, ഒരു ഔട്ടർ കവറിങ്ങേ ഉണ്ടാവുള്ളൂ. അതാണ് സീഡ് കോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീഡ് കോട്ട്സ് എന്ന് വെച്ചാലോ പ്ലൂറലായി, വിച്ച് മീൻസ് ഒന്നിൽ കൂടുതൽ ഔട്ടർ കവറിങ് എന്ത് ചെയ്യാം? സീഡിന് ഉണ്ടാവാം. ഓക്കെ, സോ സീഡ് കോട്ട് എന്നുള്ള ടേം അങ്ങനെ തന്നെ പഠിക്കരുത്. കാരണം ഒരു കോട്ടാണ് എന്നുള്ളൊരു അർത്ഥം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്രത്യേകം അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ NCERT ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീഡ് കോട്ട് ആവാം, അല്ലെങ്കിൽ സീഡ് കോട്ട്സ് ആവാം, ഡിപ്പെൻസ് അപ്പോൺ ദി സ്പീഷീസ്, റൈറ്റ്? അടുത്തത് എന്താണ്? കോട്ടിലിഡൺ. ഇത് നമുക്ക് പുതിയൊരാളല്ല അല്ലേ? നമ്മൾ എംബ്രിയോ, ഞാൻ പറഞ്ഞു ഈ സീഡിനകത്താണ് എന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഒവ്യൂളിനകത്താണ് എഗ്ഗും മെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നത്. സൈഗോട്ടാണ് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിത്തിൻ്റെ അകത്ത് എന്തുണ്ടാവും? എംബ്രിയോ ഉണ്ടാവില്ലേ? എംബ്രിയോൻ്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു? കോട്ടിലിഡൺ അല്ലേ? കോട്ടിലിഡൺ. അതേപോലെ എംബ്രിയോണൽ ആക്സിസ്. അത് രണ്ടുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? ഒരു സീഡ് കോട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ സീഡ് കോട്ട്സ് ഉണ്ടാവാം. കോട്ടിലിഡൺ ഉണ്ടാവാം, അല്ലെങ്കിൽ കോട്ടിലിഡൺസ് ഉണ്ടാവാം. കോട്ടിലിഡൺസ് ഏത് കേസിലുണ്ടാവുക? ഡൈക്കോട്ട് എംബ്രിയോൻ്റെ കേസിൽ കോട്ടിലിഡൺസ് അല്ലേ? 2 കോട്ടിലിഡൺ ഇല്ലേ? പക്ഷേ മോണോകോട്ട് എംബ്രിയോ ആണെങ്കിൽ അവിടെ ഒരു കോട്ടിലിഡൺ അല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടെ കോട്ടിലിഡൻ്റെ ബ്രാക്കറ്റിലും ഒരു എസ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ്? പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എംബ്രിയോ ആക്സിസും കാണാൻ വേണ്ടിയിട്ട് പറ്റും, റൈറ്റ്? സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നിങ്ങളെ സീഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഫിഗർ നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? ഇവിടെ സീഡിൻ്റെ ഫിഗർ കാണാം അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും തന്നെ
തന്നെയാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ സീഡ് കോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദേ സീഡ് കോട്ട് കാണാം, അതിനകത്ത് എൻഡോസ്പേം കാണാം. എന്തുകൊണ്ടാണ് എൻഡോസ്പേം അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ വളർന്നു വരുന്ന എംബ്രിയോയ്ക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ആയിരുന്നു എൻഡോസ്പേം എന്ന് പറയുന്നത്. അല്ല, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരുന്നു, അല്ലെങ്കിൽ ടിഷ്യൂ ആയിരുന്നു എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീഡിനെ സംബന്ധിച്ചിടത്തോളം സീഡിൻ്റെ അകത്ത് എംബ്രിയോ വെൽ ഡെവലപ്ഡ് അല്ലേ, അപ്പോൾ പിന്നെ അവിടെ എൻഡോസ്പേമിൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഒരു എംബ്രിയോ കംപ്ലീറ്റ്ലി ഡെവലപ്പായി കഴിഞ്ഞൊരു സീഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ എംബ്രിയോ ആ ഫുഡ് മുഴുവൻ കഴിച്ചിട്ടുണ്ടാവില്ലേ, ഫുഡ് മുഴുവൻ കഴിച്ചിട്ടല്ലേ ഡെവലപ്പ് ആവുക. അപ്പോൾ ഫുഡ് മുഴുവൻ കഴിച്ച് ഡെവലപ്പ് ആയി, അതായത് എൻഡോസ്പേം മൊത്തം കൺസ്യൂം ചെയ്ത് ഒരു എംബ്രിയോ എന്തായി, ഡെവലപ്പായി. അപ്പോൾ പിന്നെ ഈ എൻഡോസ്പേം ഇവിടെ എങ്ങനെ വന്നു അല്ലേ? ഇനിയിപ്പോൾ എല്ലാ സീഡിലും എൻഡോസ്പേം ബാക്കി ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്താ പറയുക എൻഡോസ്പേം എല്ലാം ഫുള്ളായിട്ട് എംബ്രിയോ കൺസ്യൂം ചെയ്യുമോ? ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ നമ്മളെ മൈൻഡിൽ വരാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് സീഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കുന്നത്. എന്താ ടൈപ്സ് ഓഫ് സീഡ്? ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്, ചില സീഡ്സിൽ എൻഡോസ്പേം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വളർന്നു വരുന്ന എംബ്രിയോയ്ക്ക് എന്തില്ല ഈ ഫുള്ള് ഫുഡും ഞാൻ കഴിച്ച് തീർക്കണം നിർബന്ധമില്ല. അതായത് എനിക്ക് വേണ്ടി ഒരുപാട് ഫുഡ് ഈ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, പക്ഷേ എന്ന് കരുതി ഞാൻ ഈ ഫുൾ ഫുഡും കഴിച്ച് തീർത്തിട്ടേ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചില സീഡ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യില്ല, ഈ വളരുന്ന എംബ്രിയോ ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, എൻഡോസ്പേം കഴിക്കില്ല. ഓക്കെ, കുറച്ച് എൻഡോസ്പേം അവിടെ എന്തുണ്ടാവും, ബാക്കി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സീഡ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചില സീഡ്സിൽ എന്ത് കാണാം, എൻഡോസ്പേം കാണാം. അതിൻ്റെ അർത്ഥം എന്താ, ഈ വളരുന്ന എംബ്രിയോ മുഴുവനായിട്ട് അത് കഴിച്ചിട്ടില്ല, കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഇനി വേറെ ചില സീഡ്സ് നോക്കുകയാണെങ്കിലോ, അവിടെ എംബ്രിയോൻ്റെ പോളിസി മാറി. അവിടെ എംബ്രിയോൻ്റെ പോളിസി എന്താ, ഇതൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ അത് വേറെ ആരെയും കഴിക്കുമോ? ഇല്ല, അപ്പോൾ ഞാൻ തന്നെ കഴിക്കണം. അപ്പോൾ ഈ പറഞ്ഞ എംബ്രിയോ എന്ത് ചെയ്യും, ഫുൾ എൻഡോസ്പേം എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. സോ ഒരു സീഡിൽ നിങ്ങൾക്ക് എൻഡോസ്പേം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, എംബ്രിയോ അത് ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്തിട്ടില്ല. അഥവാ ഒരു സീഡിൽ നിങ്ങൾക്ക് എൻഡോസ്പേം കാണാൻ പറ്റുന്നില്ല എന്നാൽ എന്താ, എംബ്രിയോ അത് ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സീഡ്സിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ആൽബുമിനസ് സീഡ്സും എക്സ് ആൽബുമിനസ് സീഡ്സും. എന്താ, ആൽബുമിനസ് സീഡ്സും എക്സ് ആൽബുമിനസ് സീഡും. എക്സ് ആൽബുമിനസ് സീഡിനെ നമ്മൾ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് വിളിക്കും കേട്ടോ. അപ്പം ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എൻഡോസ്പേം ബാക്കി ഉണ്ടാവും, അതാണ് എന്ത്, ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. അതായത് എൻഡോസ്പേം ഫുള്ളായിട്ട് ആര് കൺസ്യൂം ചെയ്തിട്ടില്ല, എംബ്രിയോ കൺസ്യൂം ചെയ്തിട്ടില്ല, എൻഡോസ്പേം അവിടെ ബാക്കി കിടക്കും. അതാണ് ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിളൊക്കെ തന്നെയാണ്. ആദ്യത്തേത് വീറ്റ് അല്ലേ, ഫസ്റ്റ് വൺ ഏതാണ്, വീറ്റാണ്. പിന്നെ മെയ്സ്, ബാർലി അല്ലേ, ഇങ്ങനത്തെ ഗ്രെയിൻസ് ധാന്യങ്ങളിലാണ് മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എൻഡോസ്പേം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. വീറ്റ് ഉണ്ട്, മെയ്സ് ഉണ്ട്, ബാർലി ഉണ്ട്, കാസ്റ്റർ ഓയിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതാണ് എന്ത്, ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എക്സ് ആൽബുമിനസ് സീഡ്സ് ആണ്. എന്താ എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ്? നേരെ ഓപ്പോസിറ്റ്, എൻഡോസ്പേം ഇല്ല, സീഡിനകത്ത് എന്തില്ല, എൻഡോസ്പേം ഇല്ല. എൻഡോസ്പേം കംപ്ലീറ്റ്ലി ആര് കഴിച്ചു കളഞ്ഞു, വളരുന്ന എംബ്രിയോ കഴിച്ചു കളഞ്ഞു അല്ലേ? എംബ്രിയോയ്ക്ക് എന്തായാലും ഇപ്പോൾ ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഞാൻ കഴിക്കാതിരിക്കണോ, വേണ്ടല്ലോ, ഞാൻ കഴിച്ചേക്കാന്ന് പറഞ്ഞ എംബ്രിയോ ഫുള്ള് കഴിച്ചു. സോ കംപ്ലീറ്റ്ലി എൻഡോസ്പേമിന് ആര് കൺസ്യൂം ചെയ്തു, ഈ വളരുന്ന ഗ്രോയിങ് എംബ്രിയോ എന്ത് ചെയ്തു, കൺസ്യൂം ചെയ്തു. എക്സാമ്പിൾ ഏതാ വരുന്നത്, പി ഇല്ലേ, നമ്മളെ കിഡ്നി ഷേപ്ഡ് പി ആണ് എന്ത് വരുന്നത്, എക്സാമ്പിൾ വരുന്നത് എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസിൻ്റെ കേസിൽ. അപ്പോൾ ആൽബുമിനസ് സീഡ്സിൻ്റെ ടൈപ്പ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടോ, ഇത് 2 മാർക്സ് ആയിട്ട് ചോദിക്കും. എന്താണ് ആൽബുമിനസ് സീഡ്, വാട്ട് ഡു യു മീൻ ബൈ ആൽബുമിനസ് സീഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് സീഡ്സ്, അങ്ങനെയൊക്കെ ചോദിക്കാം, പല രീതിയിൽ ചോദിക്കാമല്ലോ. അപ്പോൾ വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ വീറ്റും ബാർലിയും അതേപോലെ തന്നെ മെയ്സ്, കാസ്റ്റർ അങ്ങനത്തെ എക്സാമ്പിളാണ്. എക്സ് ആൽബുമിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, പി ആണ്. അവിടെ എന്തില്ല, എൻഡോസ്പേം കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തുകൊണ്ട് തന്നെ സീഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഡോസ്പേം കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതാണ് ടൈപ്സ് ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പം സീഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ, റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് സീഡ് എന്ന് പറയുന്നത്. എന്താണ് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഒവ്യൂൾ അല്ലേ. ആദ്യം ഒവ്യൂളായിരുന്ന സാധനമാണ് പിന്നീട് എന്താകുന്നത്, സീഡായിട്ട് മാറുന്നത്. ഓക്കെ ഫൈൻ. സീഡ്സ് എവിടെയാണ് കാണുക, ഫ്രൂട്ട്സിനകത്താണ് സീഡ്സ് കാണുക. ഓക്കെ, സമ്മതിച്ചു, അത് നമ്മൾ പഠിച്ചു. 2 ടൈപ്പ് ഓഫ് സീഡ്സ് നമ്മൾ പഠിച്ചില്ലേ, 2 ടൈപ്പ് ഓഫ് സീഡ്സ് നമ്മൾ പഠിച്ചു. ഒരു സീഡിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, നിങ്ങളോട് ചോദിക്കാം, ഇപ്പോൾ പറയാം കാര്യം, ഒരു സീഡിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ സീഡ് കോട്ട് ഉണ്ടാവും അല്ലേ, സീഡ് കോട്ട് അല്ലെങ്കിൽ സീഡ് കോട്ട്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തുണ്ടാവും, കോട്ടിലിഡൻ ഉണ്ടാവും. ശരിയാണ്, കോട്ടിലിഡൻ ഉണ്ടാവാം അല്ലെങ്കിൽ കോട്ടിലിഡൻസ് ഉണ്ടാവാം, ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി പ്ലാന്റ് ഇസ് ഡൈകോട്ട് ഓർ മോണോകോട്ട്. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക,
മൂന്നാമത് നിങ്ങൾ എന്താ കാണുന്നത്? എംബ്രിയോണൽ ആക്സസ് അല്ലേ? എംബ്രിയോൻ്റെ ഒരു ഭാഗം തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. എംബ്രിയോണൽ ആക്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചില സീഡ്സിൽ നിങ്ങൾക്ക് എന്തും കാണാം, എൻഡോസ്പെർമും കാണാം. അങ്ങനെ എൻഡോസ്പെർം കാണുന്ന സീഡ്സാണ് എന്ത്? ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. എൻഡോസ്പെർം കാണാത്ത സീഡ്സാണ് ഏത്? എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് എന്ന് പറയുന്നത്. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. സീഡ്സ് ക്ലിയർ ആയോ? എന്താണ് ഈ സീഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാനുണ്ട്. അതിന് മുമ്പ് ഒരു ചെറിയ 2-3 ടേം കൂടെ പറഞ്ഞേക്കാം. പെരിസ്പെർം, ഇങ്ങനൊരു ടേം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ, അല്ല ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, നിങ്ങൾ ലൈഫിൽ എവിടെ കണ്ടാലും നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരണ്ടേ? ഞാൻ ഒവ്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇൻറ്റെഗുമെൻറ്റ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫ്യൂണിക്കിൾ, ഹൈലം, ഇങ്ങനത്തെ കുറേ ടേംസ്, മൈക്രോപൈലൻറ്റ്, ചെലാസലൻറ്റ്, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോട്ടെ, ഇതൊക്കെ വിട്ടേര്. ഏറ്റവും ഉള്ളിൽ കുറച്ച് സെൽസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലെ കുറച്ച് ടിഷ്യൂ ഉണ്ട്, അല്ലെ ഒരു ടിഷ്യൂ ഉണ്ട്, അല്ലെ ഒരു സെൽസ് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ? എന്താ ഞാൻ ആ സെൽസിന് പേരിട്ടത്? ന്യൂസെല്ലസ് എന്ന് ഞാൻ പേരിട്ടത് ഓർമ്മയുണ്ടോ? ന്യൂസെല്ലസ് ഞാനല്ല പേരിട്ടത്, പക്ഷേ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് അല്ലേ. ന്യൂസെല്ലസ് എന്ന് ഒരു ടേം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ ഈ ന്യൂസെല്ലസ് എന്ത് ചെയ്യില്ല, സെൽസിൽ സീഡ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസെല്ലസിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഈ ന്യൂസെല്ലസ് എന്ത് ചെയ്യില്ല, പൊതുവേ സീഡ്സിൽ കാണില്ല. പക്ഷെ ചില സീഡ്സിൽ ഈ ന്യൂസെല്ലസും കാണും. എന്താ ഞാൻ പറഞ്ഞേ? പൊതുവേ ന്യൂസെല്ലസ് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സീഡ് നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സീഡ്സ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ന്യൂസെല്ലസ് ഒന്നും സീഡ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ചില സീഡ്സിൽ ഈ പറഞ്ഞ ന്യൂസെല്ലസ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസ്, പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽക്കുന്നത്. അതായത് ന്യൂസെല്ലസ് എന്ത് ചെയ്യുന്നു? ഒരു സീഡ് ഫോം ചെയ്തതിന് ശേഷം, സീഡ് ആയതിനു ശേഷം ന്യൂസെല്ലസ് എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നിലനിൽക്കുന്നു. അതാണെന്ത്? പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ന്യൂസെല്ലസ് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാം എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുരുമുളക് കണ്ടിട്ടില്ലേ? കുരുമുളക് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ബ്ലാക്ക് പെപ്പർ അല്ലേ, പൈപ്പർ നൈഗ്രം എന്നൊക്കെ പറയുന്ന ബ്ലാക്ക് പെപ്പർ നമ്മൾ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ബ്ലാക്ക് പെപ്പറിനകത്ത് എന്തുണ്ട്? ന്യൂസെല്ലസ് എന്താണ്? പെർസിസ്റ്റൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി അവിടെ സിമ്പിളായിട്ടുള്ളൊരു കോമൺ സെൻസ് ഉള്ളൊരു ചോദ്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒവ്യൂൾ എന്ന് പറയുന്ന ആൾ, ഇതാണ് ഒവ്യൂൾ എന്ന് വിചാരിക്കും, ഇതാണ് നമ്മൾ ഒവ്യൂൾ എന്ന് പറയുന്ന ആൾ. ഞാൻ പറഞ്ഞു ഒവ്യൂൾ എന്തായിട്ടാണ് മാറുന്നത്? സീഡായിട്ടാണ് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞോ. ഒവ്യൂൾ എന്തായിട്ടാണ് മാറുന്നത്? സീഡായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഒവ്യൂളിൻ്റെ കോട്ടിങ് ഉണ്ടായിരുന്നല്ലോ, ഒവ്യൂളിന് കുറച്ച് കോട്ടിങ് ഉണ്ടാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഒവ്യൂളിൽ എന്തുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നു? കോട്ടിങ് അല്ല, അല്ലെങ്കിൽ കവറിങ്, ഔട്ടർ കവറിങ് ഒക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഔട്ടർ കവറിങ്ങിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? ഇൻറ്റെഗുമെൻസ് എന്നായിരുന്നു വിളിച്ചത്. എന്തായിരുന്നു വിളിച്ചത്? ഇൻറ്റെഗുമെൻസ് അല്ലേ? അപ്പോൾ നമ്മൾ ഒവ്യൂൾ ഉണ്ടായിരുന്നു, ഒവ്യൂളിൻ്റെ കവറിങ്ങിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? ഇൻറ്റെഗുമെൻസ്. ഒരു ഇൻറ്റെഗുമെൻ്റ് ആവാം, 2 ഇൻറ്റെഗുമെൻ്റ് ആവാം, 3 ഇൻറ്റെഗുമെൻറ്റ്സ് ആവാം അല്ലേ? ഓക്കെ. ഒവ്യൂള് സീഡായിട്ടാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ ഇൻറ്റെഗുമെൻറ്റ്സ് എന്തായിട്ടായിരിക്കും ഗൈസ് മാറുക? സീഡ് കോട്ട്. ദാറ്റ് ഇസ് ലൈക്ക് കോമൺ സെൻസ് അല്ലേ? സീഡ് കോട്ടായിട്ടാണ് എന്ത് മാറുക? ഈ പറഞ്ഞ ഒവ്യൂളിൻ്റെ ഇൻറ്റെഗുമെൻറ്റ്സ് മാറുക. ഒവ്യൂൾ എന്തായിട്ടാണ് മാറുന്നത്? സീഡായിട്ടാണ് മാറുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ അവിടെ വെച്ചോ. അപ്പോൾ പിന്നെ ആ ഒവ്യൂൾസിന് ചുറ്റുമുള്ള ഇൻറ്റെഗുമെൻറ്റ്സ് എന്തായിട്ടാണ് മാറുക? സീഡിൻ്റെ കോട്ടായിട്ട് മാറും. റൈറ്റ്, അതാണ് അവിടെ വേറൊരു ഇൻറ്റെഗുമെൻറ്റ്സ് എന്തായിട്ട് മാറുന്നു? സീഡ് കോട്ടായിട്ട് മാറുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു സീഡൊക്കെ വന്നു. സീഡിൻ്റെ പേർപ്പസ് എന്താ? ഒരു വിത്ത് നമ്മൾ മണ്ണിലേക്ക് നമ്മൾ വിതയ്ക്കുമ്പം നമ്മൾ അതിൻ്റെ പേർപ്പസ് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ജേർമിനേറ്റ് ചെയ്യണ്ടേ, അത് മുളയ്ക്കണ്ടേ അല്ലേ? ഒരു സീഡ് ആവുന്ന സമയത്ത് അത് ജേർമിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുതിയ പ്ലാന്റ് ഫോം ചെയ്യണ്ടേ? അപ്പോൾ ഒരു സീഡ് എന്ത് ചെയ്യണം? ജേർമിനേറ്റ് ചെയ്യണം. പക്ഷെ ഒരു സീഡ് എപ്പോഴും അങ്ങ് ജേർമിനേറ്റ് ചെയ്യുമോ? അതായത് നമ്മളൊരു മണ്ണിലിട്ട ഉടനെ ആ സീഡ് ജേർമിനേറ്റ് ചെയ്യുമോ? ഇല്ല. ഇമാജിൻ ചെയ്യും, ഞാനൊരു പ്ലാന്റ് ഉണ്ടാക്കുകയാണ്, റീപ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുകയാണ്, നിങ്ങൾ ആർട്ടിഫിഷ്യലിയോ എന്തോ ആവട്ടെ, ഒരു സീഡ്, ഒരു പ്ലാന്റ് എന്ത് ചെയ്തു? മണ്ണിലേക്ക് വീണു. പക്ഷേ ഇപ്പം ആ പ്ലാന്റ് എന്താ പറയുക, ജേർമിനേറ്റ് ചെയ്താൽ, ജേർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഒരു പ്ലാന്റ് ജേർമിനേറ്റ് ചെയ്താൽ ആ പ്ലാന്റിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എല്ലാം അൺഫേവറബിളാണ്. അതായത് ഭയങ്കര മഴയാണ്, അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്, അല്ലെങ്കിൽ ഭയങ്കര കോൾഡായിട്ടുള്ള വിൻ്റർ സീസണാണ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ആ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജേർമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യില്ല ആ പ്ലാന്റ്. ഇപ്പോൾ ആ കുഞ്ഞു പ്ലാന്റ് അല്ലേ, അപ്പോൾ കുഞ്ഞു പ്ലാന്റിന് ഇങ്ങനത്തെ ടഫ് കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസ് ആണെങ്കിൽ ആ കുഞ്ഞു പ്ലാന്റ്, അഥവാ ജേർമിനേറ്റ് ചെയ്തൊരു കുഞ്ഞു പ്ലാന്റ്, ഒരു സീഡ്ലിംഗ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സീഡിൽ നിന്ന് പൊട്ടി മുളച്ച് വരുന്ന കുഞ്ഞു പ്ലാന്റ് നമ്മൾ സീഡ്ലിംഗ് എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു സീഡ്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? എക്സ്ട്രീം കണ്ടീഷൻസിൽ പറ്റൂല അല്ലേ? അപ്പോൾ എക്സ്ട്രീം കണ്ടീഷൻസ് അല്ലെങ്കിൽ അൺഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ മാറി നല്ല കാലാവസ്ഥ വരണം അല്ലേ? നല്ല വല്ല സ്പ്രിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ നല്ല എന്താ പറയുക, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള, ഓവർ ചൂടില്ല എന്നാൽ ഓവർ തണുപ്പില്ല. പല പ്ലാന്റ്സിനും കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴാണ് ഈ സീഡ് എന്ത് ചെയ്യേണ്ടത്? ജേർമിനേറ്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോഴാണ് സീഡ് എന്ത് ചെയ്യേണ്ടത്? ജേർമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ സീഡ് എന്ത് ചെയ്യണം? ജേർമിനേറ്റ് ചെയ്യാതെ നിൽക്കണം. ജേർമിനേറ്റ് ചെയ്യാതെ നിൽക്കണം അല്ലേ? അങ്ങനെ സീഡ് ജേർമിനേറ്റ് ചെയ്യാതെ
ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുക? സീഡ് ഡോർമെൻസി എന്ന് വിളിക്കുക. എന്താ? ഡോർമെൻസി. നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ ഡോമിട്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഡോമിലല്ലേ കിടന്നുറങ്ങുക. അപ്പോൾ സീഡ് കിടന്നുറങ്ങുന്ന അവസ്ഥയിലാണ് നമ്മൾ ഡോർമെൻസി എന്ന് വിളിക്കുക. എന്താ വിളിക്കുന്നത്? ഡോർമെൻസി. ചുമ്മാ അങ്ങനെ ആലോചിച്ച് വെച്ചോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ സീഡ് എന്ത് ചെയ്യണം? സീഡിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വന്നാൽ മാത്രമേ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, അതുവരെ സീഡ് എന്ത് ചെയ്യണം? ഉറങ്ങി കിടക്കണം. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീഡ് ഡോർമെൻസി നമ്മൾ വിളിക്കുന്നത്. ഈ സീഡ് ഡോർമെൻസി എല്ലാ പ്ലാന്റ്സിനും ഒരേപോലെയാണോ? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? എല്ലാ പ്ലാന്റിനും ഒരേപോലത്തെ സീഡ് ഡോർമെൻസി? എന്നാൽ ഒരു കൊല്ലം നീ ഉറങ്ങിക്കിടന്നു, അങ്ങനെയാണോ? ഓരോ സീഡിനും ഓരോ പോലെയാണോ, അതോ എല്ലാ സീഡിനും ഒരേപോലെ ആയിരിക്കും? സ്വാഭാവികം അല്ലേ? ഓരോ സീഡിനും സീഡ് ഡോർമെൻസി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ചില സീഡ്സിന് സീഡ് ഡോർമെൻസി ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ എന്ത് ചെയ്യും? സീഡ്സ് എന്ത് ചെയ്യും? ഉറങ്ങിക്കിടക്കും. ഓക്കെ, അങ്ങനെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു എൻവയോൺമെൻ്റ് ഒക്കെ വരുമ്പോഴല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ പൂർത്തിയാകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? സീഡ് എന്ത് ചെയ്യുള്ളൂ? ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതാണ് മെയിനായിട്ട് സീഡ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഈ സീഡിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞാലോ. ഞാൻ ഈ സീഡ്സും ഫ്രൂട്ട്സും ഒക്കെ പഠിക്കുമ്പോഴേ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ മാങ്ങയായിരുന്നു. ഓക്കെ, ഐ ആം ടോക്കിംഗ് ടു മച്ച് അബൌട്ട് മാങ്ങ അല്ലേ. ഞാൻ തന്നെ ഇപ്പം ചിന്തിക്കുന്നു, ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു 3 വീഡിയോസോ 2 വീഡിയോസോ ഹൗ മെനി വീഡിയോസ് യു ഹാവ് സീൻ, ഇതിനകത്ത് ഞാൻ മാങ്ങേനെ പറ്റി കുറേ സംസാരിക്കുന്നുണ്ടല്ലേ. മാങ്ങ ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് അല്ല. പക്ഷേ മേ ബി ഇപ്പോൾ സീസൺ ആയതുകൊണ്ടായിരിക്കും, സീസൺ ജസ്റ്റ് കഴിയാറായല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കുന്നത്. എനിവേസ്, മാങ്ങ നമുക്ക് ബയോളജിയിൽ എസ്പെഷ്യലി ഈ ചാപ്റ്റർ പഠിക്കാൻ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മാങ്ങേൻ്റെ സഹായം തന്നെ ചോദിക്കാം. ഒരു മാംഗോ നമുക്ക് ടിപ്പിക്കലി നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ നമുക്ക് ഈ സീഡും അതേപോലെ തന്നെ ഈ ഫ്രൂട്ടൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. സീഡിൻ്റെ പുറത്തല്ലേ ഫ്രൂട്ട് ഉണ്ടാവുക അല്ലേ? മാങ്ങേൻ്റെ കേസിൽ അങ്ങനെയല്ലേ, സീഡിൻ്റെ പുറത്തല്ലേ ഫ്രൂട്ട് ഉള്ളത്. ഓക്കെ, അപ്പം സീഡിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒവ്യൂളിൻ്റെ പുറത്ത് ആരാളേ? ലെറ്റ്സ് ഗോ ബാക്ക് അല്ലേ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റിഗ്മ, ഇതാണ് എന്ത്? നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ. സ്റ്റൈൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ഓവറി വന്നു. ഞാനൊരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് വരയ്ക്കുന്നത്. ഓവറിക്കകത്ത് എന്തുണ്ട്? ഒവ്യൂളുണ്ട്, ശരിയല്ലേ? ഓവറിക്കകത്ത് എന്തുണ്ട്? ഒവ്യൂളുണ്ട്. ഈ ഒവ്യൂൾ എന്തായിട്ട് മാറി? എന്തായിട്ട് ഒവ്യൂൾ മാറിയത്? സീഡായിട്ട് മാറി. ഒവ്യൂൾ എന്തായിട്ട് മാറി? സീഡായിട്ട് മാറി. അപ്പോൾ ഒവ്യൂളിന് പുറത്തുള്ള ഓവർ എന്തായിട്ടായിരിക്കും മാറുക? ഫ്രൂട്ടായിട്ടല്ലേ ഗൈസ് മാറുക? ഓവർ എന്തായിട്ടാണ് മാറുക? ഫ്രൂട്ടായിട്ടല്ലേ മാറുക? അതാണ് ഇവിടെ സംഭവിച്ചത്. ഓവറി ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഈ ഓവറി ഒവ്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, സിംപ്ലി ഇങ്ങനെ ആലോചിച്ചോ. ഓവറിക്കകത്തും ആർ എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഉണ്ട്, ഫ്രൂട്ടിനകത്തും ആർ എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ട്. സോ ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അത് നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ചിലപ്പോൾ അറിയണ്ടാവും. പക്ഷേ എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കയ്യിൽ കിട്ടുമ്പോൾ ഓവറി ഏതാ, സീഡ് ഏതാ, ഒവ്യൂൾ ഏതാ, ഫ്രൂട്ട് ഏതാ, ഒന്നും ഓർമ്മ വരില്ല. ഓക്കെ, എപ്പോഴും അല്ല, ചില കേസിൽ ചില ദിവസം നമുക്ക് എന്താ പറയുക, നല്ല ഡേ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആലോചിച്ച് വെച്ചാൽ ഒരു പോയിന്റ് കിട്ടിയാൽ അല്ലേ ഫുള്ള് കിട്ടും. ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസറോ മറ്റോ ആയിരിക്കും. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസറോ മറ്റോ ആയിരിക്കും, ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ കുറേ ആലോചിക്കും, ഈശ്വര ഇത് എന്തായിരുന്നു, ഞാൻ പഠിച്ചായിരുന്നല്ലോ, ഇത് ഈ പേജിൽ ഈ സ്ഥലത്തുണ്ട്. പക്ഷേ അല്ല, ചിലപ്പോൾ അങ്ങനെയും കിട്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ഇത്ര നമ്പർ പേജിൽ ഇങ്ങനെ മേലൊരു ഫിഗറിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ പാരഗ്രാഫ് വരുന്നത്, പക്ഷേ സംഭവം എന്താണെന്ന് ഓർമ്മയില്ല അല്ല. അങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്തില്ലേ. പക്ഷേ തുടക്കം കിട്ടിയാൽ പിന്നെ ഫുൾ സ്പീഡിൽ എന്താ പറയുക, ബാക്കിയെല്ലാം എഴുതിക്കോളൂ. ആ തുടക്കം എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് വയ്ക്കും അല്ലേ. പക്ഷേ തുടക്കം പറഞ്ഞാലാണെന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്നെ നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഓരോ ടിപ്സൊക്കെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എഴുതാം. പക്ഷേ ഈ ടിപ്സ് മാത്രം ആലോചിച്ചിട്ടാണോ എഴുതേണ്ടത്? അല്ല, കോൺസെപ്റ്റ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറി ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്താവുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് സീഡ് ആവുന്നു, ഓവറി ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ട് ആവുന്നു. ഈ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി ഓവറിക്കും എന്തുണ്ട്? വാൾസ് ഉണ്ട്. അപ്പോൾ ഓവറിൻ്റെ വാൾ എന്തായിട്ട് മാറും? ഫ്രൂട്ടിൻ്റെ വാളായിട്ട് മാറും. ഈ ഫ്രൂട്ടിൻ്റെ വാളിനെ ഫ്രൂട്ടിൻ്റെ വാൾ എന്ന് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും ഇങ്ങനെ വാൾ ഓഫ് ദ ഫ്രൂട്ട് എന്ത് ചെയ്യണം? വിളിക്കണം. കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു സിമ്പിൾ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ പേര്? പെരികാർപ്പ്. എന്താ പേര്? പെരികാർപ്പ്. ഓക്കെ, പെരി എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത് അല്ലേ, സൈഡിലോട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ റീജിയനിലേക്കുള്ളതെന്നൊക്കെ അല്ലേ പെരീൻ്റെ അർത്ഥം. അപ്പോൾ പെരികാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഫ്രൂട്ടിൻ്റെ വാൾ. അപ്പം ഒരു ഓവറി ഉണ്ടെങ്കിൽ ആ ഓവറീൻ്റെ വാളാണ് എന്ത് ചെയ്യുന്നത്? ഫ്രൂട്ടിൻ്റെ വാളായിട്ട് മാറുന്നത്. എപ്പോഴും ഫ്രൂട്ടിൻ്റെ വാൾ എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്യൂട്ട് നെയിം അല്ലേ, പെരികാർപ്പ് എന്നൊരു ക്യൂട്ട് നെയിം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ വിളിക്കുന്നു. ഓക്കെ, അടുത്ത നിങ്ങളോട് ചോദിച്ചിട്ടില്ല എന്താ? ഫ്ലഷി ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും.
ഇത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞേ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ? നമ്മൾ ചിലപ്പം അച്ഛനോടും അമ്മയോടൊക്കെ പറയും ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വരൂ, എനിക്ക് കുറച്ച് അല്ലെ പ്രോട്ടീൻ വേണം, അല്ലെങ്കിൽ എന്താ പറയുക അല്ലേ പറയുമായിരിക്കും അല്ലേ, എൻ്റെ ഹെൽത്തിന് എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഡയറ്റിലാണ്, ഐ ഓൺലി ഹാവ് ഡ്രൈ ഫ്രൂട്ട് എന്താ പറയുക സ്മൂതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ടാവും. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എന്താണ്, ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്ലഷി ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മുടെ ഹെൽത്തിന് എന്താണ് വളരെ നല്ലതാണ് അല്ലേ? അപ്പോൾ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ്, എന്താണ് ഫ്ലഷി ഫ്രൂട്ട്സ്? എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലഷി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാംഗോ അല്ലേ, മാംഗോ അല്ലെങ്കിൽ ഈ പേരയ്ക്ക, അതായത് ഗവ എന്ന് പറയുന്ന സാധനം, ഗുവ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഓറഞ്ച്, ഇതിനകത്തൊക്കെ എന്തുണ്ട്, ഫ്ലഷ് ഉണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു തരത്തിലുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ഫ്ലഷി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേരുള്ള പോലെ തന്നെ കുറച്ച് ഫ്ലഷി ആയിട്ടാണ് ഈ പറഞ്ഞ കുറച്ച് പൾപ്പുണ്ട് അല്ലേ, അതിനകത്ത് പൾപ്പുള്ള ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് എന്ത് ഈ പറഞ്ഞ മാംഗോ, പപ്പായ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതല്ല, നമ്മൾ ഈ കടലയിലേക്കൊക്കെ വന്ന് നോക്കൂ, കടല, ഗ്രൗണ്ട് നട്ട്, അല്ലെങ്കിൽ നമ്മൾ മസ്റ്റാർഡ്, കടുക് ഒരു ഫ്രൂട്ടായിരുന്നോ? ഞാനിപ്പോഴാണ് അറിയുന്നത് അല്ലേ. എല്ലാ ദിവസവും രാവിലെ അമ്മയോ അച്ഛനോ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നമ്മുടെ കറിയിനകത്തും ഒക്കെ എന്ത് ചെയ്യും, കടുകിടും. ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ കടുകൊക്കെ ഇട്ട് നല്ല നമ്മൾ കടുകൊക്കെ കൂട്ടി നമ്മൾ കഴിക്കും, ഫുഡ് കഴിക്കും അല്ലേ. പക്ഷേ ഇത് ഫ്രൂട്ടായിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. കടുക് ഫ്രൂട്ടാണ്, മസ്റ്റാർഡ് അല്ലേ, മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രൂട്ടാണ്. അപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്നതാണ് എന്ത്, ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ എഴുതിക്കോ, കാഷ്യൂ നട്ട് ഡ്രൈ ഫ്രൂട്ട് അല്ലേ. അതെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഫ്ലഷി ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഇനി അവിടെ വേറൊരു ടേം കൊടുത്തിട്ടുണ്ട്, ഫോൾസ് ഫ്രൂട്ട്. അതെന്താ സംഭവം? ഫ്ലഷി ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും മനസ്സിലാക്കാം. ഈ ഫോൾസ് ഫ്രൂട്ട് എന്താ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓവറിക്കകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഓവറിയാണ് പിന്നീട് എന്താവുന്നത്, ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അത് ഞാൻ എന്തായാലും ആദ്യം പറഞ്ഞത് ഓവറിയാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ജനറൽ കേസാണ്. ഇതെന്താണ്, ഒരു ജനറൽ കേസാണ്. എപ്പോഴും ഇങ്ങനെയായിരിക്കുമോ? ആയിക്കോളുന്നില്ല. ചില സമയത്ത് ഓവറി അല്ലാതെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഫ്രൂട്ടായിട്ട് മാറും. അതായത് ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാന്റിൻ്റെ ഭാഗം ഓവറി മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ ഓവറി അല്ലാതെ പൊതുവേ എല്ലാ കേസിലും ഓവറിയാണ് എന്ത് ചെയ്യേണ്ടത്, ഫ്രൂട്ടായിട്ട് മാറേണ്ടത്. നിങ്ങളത് തലയിലേക്ക് കയറ്റി കഴിഞ്ഞു, ഫൈൻ. പക്ഷേ ചില പ്ലാന്റ്സിൽ ഓവറി അല്ലാതെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ കത്തും, ആപ്പിൾ, സ്ട്രോബെറി, ഇതൊക്കെ എന്താണ്, ഫോൾസ് ഫ്രൂട്ട്സിന് എന്താണ് എക്സാമ്പിളാണ്. അപ്പോൾ ഫോൾസ് ഫ്രൂട്ടിന് ഞാനതൊക്കെ എക്സാമ്പിൾ പറഞ്ഞത് ആപ്പിൾ അല്ലേ, അതേപോലെ തന്നെ സ്ട്രോബെറി. നമ്മൾ A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ് അല്ലേ, D for ഡോഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നൊരു ഫ്രൂട്ടായിരുന്നു ആപ്പിൾ. ഇപ്പം എന്താ പറഞ്ഞത്, അത് ഒരു ഫോൾസ് ഫ്രൂട്ടാണ് അല്ലേ. അതൊരു ഫ്രൂട്ടല്ല, പകരം ഫ്രൂട്ടാണ്, പക്ഷേ എന്താണ് ഫ്രൂട്ട്സിൽ തന്നെ അതൊരു ഫോൾസ് ഫ്രൂട്ടാണ്. അതായത് ഓവറി അല്ല എന്ത് ചെയ്യുന്നത്, ഓവറി അല്ല ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, പകരം തലാമസ് ആണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ത്, തലാമസ്. ഓക്കെ, അത് ഫ്ലവറിൻ്റെ എന്താ പറയുക പാർട്സ് പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എന്ത്, ആൻഡ്രീഷ് ഉണ്ട്, ഗൈനീഷ് ഉണ്ട്, പെറ്റൽസ് ഉണ്ട്, സെപ്പൽസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഈ ആൻഡ്രീഷ് ആയാലും ഗൈനീഷ് ആയാലും മെയിൻലി പെറ്റൽസ് ആയാലും സെപ്പൽസ് ആയാലും ഇവരൊക്കെ വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ പ്ലാന്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കണ്ടേ, ആ ഭാഗത്താണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില കേസിൽ, ചില ഫ്രൂട്ട്സിൻ്റെ കേസിൽ തലാമസ് ആണ് എന്ത് ചെയ്യുക, ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുക. എക്സാമ്പിളാണ് ഇവിടെ ആപ്പിളും സ്ട്രോബെറിയും. ഓക്കെ, അവർ നമ്മൾ എന്ത് വിളിക്കും, ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും. അപ്പോൾ ട്രൂ ഫ്രൂട്ട്സ് ആണെങ്കിലോ, ട്രൂ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മാംഗോ ഒക്കെ അല്ലേ, ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ട്രൂ ഫ്രൂട്ട്സ് ആണ്. ഇനിയിപ്പോൾ ഓവറി അല്ലാതെ മറ്റേത് ഭാഗം, തലാമസ് എന്ന് പഠിക്കരുത് കേട്ടോ, ഓവറി അല്ലാതെ മറ്റേത് ഭാഗം ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്താലും നമ്മൾ എന്താ വിളിക്കുക, ഫോൾസ് ഫ്രൂട്ട്സ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് എന്താ, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ ചോദിക്കുക, നിങ്ങളൊക്കെ ബനാന കഴിക്കാറില്ലേ? ചിലപ്പോൾ ചിലർക്കൊന്നും ബനാന ഇഷ്ടമായിരിക്കില്ല. മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട്സിനൊന്നും ബനാന വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ലീവ് ഇറ്റ്. എനിവേസ്, ബനാന നിങ്ങൾ നല്ല ഷാർജ ഷേക്കൊക്കെ അടിച്ച് തന്നാൽ കഴിക്കുമല്ലോ അല്ലേ, കുടിക്കുമല്ലോ അല്ലേ. ഓക്കെ, ഈ ബനാന എന്ന് പറയുന്നത് നമ്മൾ പല നമ്മളെ ഇൻഗ്രീഡിയൻസ്, പല റെസിപ്പീസിലും നമുക്ക് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ബനാന യൂസ് ചെയ്യും. പഴംപൊരി കഴിക്കാറില്ലേ, പഴം നിറച്ചത് കഴിക്കാറില്ലേ? ഉണ്ട്, അതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പഴം ഇഷ്ടമല്ല, പക്ഷേ പഴംപൊരി, പഴം നിറച്ചത്, ഇങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, കഴിക്കും എന്നല്ലേ. വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഈ പഴത്തിനകത്ത് കുരുണ്ടോ ഇല്ലേ, പഴത്തിനകത്ത് സീഡ്സ് ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്ന് പറയുന്നവർ കൈപൊക്കുക, ഇല്ല എന്ന് പറയുന്നവരോ? ഓക്കെ, ഇതിൽ രണ്ടിലും കൈപൊക്കാതിരിക്കുന്നവരോടാണ് ഞാനീ ചോദിക്കുന്നത്, നിങ്ങൾക്കിതിൽ ഫ്രൂട്ടിൽ അകത്ത് സീഡുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ധാരണ ഇല്ലല്ലേ ഇപ്പം ഇതുവരെ? ഞാനെന്താ ചോദിച്ചത്, പഴത്തിനകത്ത് എന്തുണ്ടോയെന്നാണ് ചോദിച്ചത്, പഴത്തിനകത്ത് സീഡുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പഴം കാണാത്തവരെ ആരെങ്കിലും ഉണ്ടാവുമോ? ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് അടിച്ച് നോക്കിയാൽ മതി, കാണും. ഓക്കെ, ഈ പഴത്തിനകത്ത് ഞാൻ എന്താ ചോദിച്ചത്, സീഡുണ്ടോ എന്നല്ലേ ചോദിച്ചത്. കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞു, കുറച്ച് പേരില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അവർക്ക് അവരുടേതായ എന്താ പറയുക അഭിപ്രായമുണ്ട്. ഈ ഒന്നിലും പെടാത്ത ആൾക്കാരെ പറ്റിയാണ് എനിക്ക് ഡൗട്ട്. സീഡ് ഉണ്ടോ ഇല്ലേ,
ഉണ്ടില്ല അല്ലേ? ഓക്കെ, ഉണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി. സംഭവം എന്താണ്, ബനാനേൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, സീഡ്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത്? സീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു കുഞ്ഞ് കറുത്ത സാധനം കാണുന്നില്ലേ, അത് സീഡല്ലേ എന്നായിരിക്കും സീഡ് ഉണ്ട് എന്ന് പറഞ്ഞവർ കൈ പൊക്കിയിട്ടുണ്ടാവുക അല്ലേ? ഒരു കുഞ്ഞ് കറുത്ത സാധനം കാണാം, അത് അത്ര വലുതൊന്നും അല്ലെങ്കിലും വളരെ ചെറിയൊരു ബ്ലാക്ക് കളേർഡ്സ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടുവിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അത് സീഡാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ സീഡ്സ് ഉണ്ട്. പക്ഷേ കുറച്ച് പേര് സീഡ്സ് ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. അവരെന്താ പറയുന്നത്, അത്രയും ചെറിയ സാധനം എന്തായാലും ഒരു സീഡായിരിക്കില്ല. പ്ലസ് ആ കറുത്ത സാധനം കുഴിച്ചിട്ടിട്ടല്ലല്ലോ നമ്മൾ അടുത്തൊരു വാഴ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സീഡായിരിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബനാനേൻ്റെ അകത്ത് ബനാന എങ്ങനെയാണ് ഉണ്ടായത്? ഈ ബനാന എന്ന് പറയുന്നത് ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ്. എന്താണ്? ഇറ്റ് ഇസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുക. അത് നല്ല പരിപാടി അല്ലേ? നമ്മൾ ഇത്രയും നേരം ഫെർട്ടിലൈസേഷനൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ പ്രീ ഫെർട്ടിലൈസേഷനും പോസ്റ്റ് ഫെർട്ടിലൈസേഷനൊക്കെ പറഞ്ഞ് ഓവറി കൊണ്ട് എത്തിച്ച് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറി ഫ്രൂട്ട് ആവുമെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുകയാണ് ഫെർട്ടിലൈസേഷൻ ഒന്നും വേണ്ട, ഫ്രൂട്ട് ഉണ്ടാവുന്നു. എങ്ങനെയുണ്ട് കാര്യം? പക്ഷേ ബനാനേൻ്റെ കേസിൽ അങ്ങനെയാണ്. ബനാനേൻ്റെ കേസിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു ബനാനേൻ്റെ കേസിൽ അല്ലേ? അതുകൊണ്ടാണ് എന്ത്, ബനാനകത്ത് നമുക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള വിത്തുകൾ കാണാൻ കഴിയാത്തത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വത്തക്കയ്ക്കും മാംഗോയ്ക്കും ഒക്കെ ഉള്ള പോലെ വത്തക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർമെലൺ ആണ് കേട്ടോ, ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ വത്തക്ക എന്നാണ് പറയൽ, തണ്ണിമത്തൻ എന്ന് പറയുന്നവരുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ വാട്ടർമെലൻ്റെ അകത്തും അതേപോലെ തന്നെ മാംഗോൻ്റെ അകത്തൊക്കെ സീഡ് ഉണ്ട്. അതേപോലെ ബനാനേൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായതിനെ കഴിക്കാൻ അല്ലേ? നമ്മളിങ്ങനെ തോലൊക്കെ പൊടിച്ച് സുഖമായി കഴിച്ച് ആ തോലിങ്ങനെ വീശി എറിയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഇതിനകത്ത് കുരു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നനച്ച് പോകണം. ഓക്കെ, ഇതൊക്കെയാണ് നനയ്ക്കേണ്ടത്, അല്ലാണ്ട് വേറെ ഓരോ കാര്യങ്ങളല്ല ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കൂ ഗൈസ്, കമോൺ. അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? പാർത്തനോകാർപ്പിക്, നോട്ട് ചെയ്യണേ, ആ ടേം നോട്ട് ചെയ്യണം കേട്ടോ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ? ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല, പിന്നെ സീഡ് ഉണ്ടാവുമോ? നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ലേ? ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല ഗൈസ്, പിന്നെ സീഡ് ഉണ്ടാവുമോ? സീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ്റെ ആഫ്റ്റർ അല്ലേ, അല്ലെങ്കിൽ റിസൾട്ടാണ്, അല്ലെങ്കിൽ ആഫ്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനമാണ് എന്ത്, സീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല, പിന്നെ സീഡ് ഉണ്ടാവുമോ? ഇല്ല. അപ്പം ബനാനയുടെ എന്താണ്, ബനാനയ്ക്ക് ഇതിൻ്റെ എന്താണ് എക്സാമ്പിളാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിൻ്റെ. ഇതാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന 2 എക്സാമ്പിൾ അല്ലേ? ഇത് രണ്ടും എന്താണ്, ഈ 2 എക്സാമ്പിൾസ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞ നേരത്തെ, ഫാൾസ് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഫാൾസ് ഫ്രൂട്ട്സ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് എന്താണ്, ആപ്പിളാണ് കാണുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത്, സ്ട്രോബെറി അല്ലേ? എന്താണ് കാണുന്നത്, സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറിയും ആപ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും തലാമസ് ആണ് എന്ത് ചെയ്യുന്നത്, സീഡായിട്ട് മാറുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സീഡല്ല, ഫ്രൂട്ടായിട്ട് മാറുന്നത്. നമ്മൾ കടിച്ച് പറിച്ച് കഴിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഒരു പോർഷൻ അല്ല, ഈ ഒരു പോർഷൻ എന്താണ്, തലാമസ് ആണ്, അല്ലാണ്ട് എന്തല്ല, ഓവറി അല്ല. ഇത് തലാമസ്, ഉള്ളിലുള്ള കുരു എന്താണ്, ഒബ്വിയസ്ലി സീഡാണെന്ന് നമുക്കറിയാം. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആ പുറത്ത് നമ്മൾ കാണുന്നത് എന്താണ്, ഓവറി അല്ല, പകരം തലാമസ് ആണ്. ഇവിടെ സ്ട്രോബെറിയുടെ കേസിലും അങ്ങനെ തന്നെ തലാമസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കടിച്ചിങ്ങനെ അല്ലേ. സ്ട്രോബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. നമ്മൾ ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് സ്ട്രോബെറി ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ, കഴിക്കണം അല്ലേ? വല്ല ഫ്രാൻസിലോ ഒക്കെ പോയിട്ട് പാരീസിലൊക്കെ പോയിരുന്നിട്ട് കഴിക്കണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാം. ഇപ്പോൾ പാരീസിലൊക്കെ പോകാൻ പറ്റുമ്പം പോവാന്നേ, നോ ഇഷ്യൂസ്. ഓക്കെ, അടുത്തെന്താ, അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ്. ഞാൻ പറഞ്ഞു നമ്മൾ സീഡ്സിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് വരും അല്ലേ? അതിന് മുമ്പെയാണ് ഞാൻ ഫ്രൂട്ട്സ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുമ്പ് ഫ്രൂട്ട്സ് പറഞ്ഞത്? ഈ അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് കുറച്ച് ലാസ്റ്റിലേക്ക് ഡിസ്കസ് ചെയ്യാൻ നേരത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സീഡുകളുടെ അഡ്വാൻറ്റേജസ് ഒരു ജനറൽ ടോപ്പിക്കാണ്. പൊതുവേ സീഡുകളുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതിനേക്കാളും വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, അഡ്വാൻറ്റേജസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഇതിൽ ചില പോയിന്റ്സ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇതിൽ കുറച്ച് പോയിന്റ്സ് അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ് ആണ് പറയുന്നത്. ഓൾസോ ചില പോയിന്റ്സ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷനും കൊണ്ട് എഴുതാൻ പറ്റും. നമുക്ക് നോക്കിയാലോ, ആദ്യത്തെ പോയിന്റ് എന്താ, ഹെൽപ്പ് ദ സ്പീഷീസ് ടു സ്പ്രെഡ് ടു ന്യൂ ഏരിയാസ് അല്ലേ? അതായത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ വിചാരിക്കും, ഞാൻ തിരുവനന്തപുരം പോയപ്പോൾ അവിടെ നല്ലൊരു എന്ത് കണ്ടു, പൂവുള്ള നല്ലൊരു ചെടി കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള പൂവുള്ളൊരു ചെടി കണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ വിചാരിക്കും കോട്ടയത്താണെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എനിക്ക് ആ പൂവ് അല്ലെങ്കിൽ ആ ചെടി എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഞാൻ എന്താ ചെയ്യുക, ചിലപ്പോൾ ആ വീട്ടിൽ ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണെങ്കിൽ ഞാൻ ഫ്രണ്ടിനോട് ചോദിക്കും, ഇതിൻ്റെ വിത്തൊന്നും എടുത്ത് വെക്കണേ,
ഇതിൻ്റെ വിത്തൊന്ന് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വിത്ത് പോയി മേടിക്കും അല്ലേ, ഇതിൻ്റെ വിത്തൊന്ന് എടുത്ത് വെക്കണം. ഞാൻ എന്ത് ചെയ്യണം, എനിക്കിത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം, കുഴിച്ചിടണം. എൻ്റെ വീട്ടിൽ ഇത് എന്ത് ചെയ്യണം, എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യണം, അല്ലെ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം, ഇത് ഗ്രോ ചെയ്യണം എന്നൊരാഗ്രഹം അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, സീഡ് എടുത്ത് അല്ലെ വിത്ത് എടുത്ത് ഞാൻ എന്ത് ചെയ്യും, തിരുവനന്തപുരത്ത് കോട്ടയത്തേക്ക് സഞ്ചരിക്കും. കോട്ടയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ പ്ലാന്റ് കൊണ്ടുപോയി കുഴിച്ചിടും. ഈ പ്ലാന്റ് സീഡ് കൊണ്ടുപോയി കുഴിച്ചിടും. സീഡ് വളർന്ന പ്ലാൻ ഉണ്ടാവില്ലേ, ഉണ്ടാവും. അപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു പ്ലാന്റിനെ കോട്ടയത്ത് എത്തിക്കാൻ ആര് കഴിഞ്ഞു, എനിക്ക് കഴിഞ്ഞു എന്നാൽ എനിക്കല്ല കഴിഞ്ഞത് ആർക്കാ, സീഡിനാണ്. സോ സീഡിന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. എന്ത്, ഈ ഒരു പ്ലാന്റിനെ വേറെ വേറെ റീജിയനിലേക്ക്, വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആരനുവദിക്കും, സീഡ്സ് അനുവദിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തെന്താ, ഫുഡ് റിസർവ്സ് ഇൻ സീഡ് ഹെൽപ്പ് ദ യങ് സീഡ്ലിങ്സ് ടു ഗ്രോ. എന്താ ഇതൊക്കെ പിന്നെ അങ്ങനെ വലിയൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നുമല്ല, മനസ്സിലാക്കി വെക്കുക. പൊതുവേ സീഡ്സിനകത്ത് എന്താ പറയുക, ചെറിയ തോതിൽ എന്തുണ്ടാവും, ഫുഡ് റിസർവ്സ് ഉണ്ടാവും അല്ലേ. ഈ വളരുന്ന സീഡ്ലിങ്സ്, ഞാൻ പറഞ്ഞ ഒരു സീഡ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു സീഡാണെന്ന് വിചാരിച്ചോ, ആ സീഡിൻ്റെ അതിനൊരു കുഞ്ഞ് പ്ലാന്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് പ്ലാന്റ് അല്ലേ, ആകെ 1-2 ഇലയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റിന് സ്വന്തം എന്താ പറയുക ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തി ജീവിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ തുടക്കത്തിൽ ഒരു പ്ലാന്റ് വളർന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ അതിന് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ബേബി, ഒരു കുഞ്ഞു വാവ വളർന്ന് വരുമ്പം അത് ജനിച്ച പാടെ ഓക്കെ എന്നാൽ ശരി ഞാൻ പോയി 2 അൽഫാം മന്തി ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണോ പോവുക, അല്ല അത് ബ്രസ്റ്റ് ഫീഡിങ് അല്ലേ ചെയ്യുക, തുടക്കത്തിൽ ബ്രസ്റ്റ് ഫീഡിങ് അല്ലേ ചെയ്യുക, അമ്മയല്ല അതിന് എന്ത് ചെയ്യുന്നത്, അമ്മേൻ്റെ ശരീരത്തിൽ അമ്മേൻ്റെ ബോഡിയിൽ നിന്നല്ല അതിന് ഫുഡ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സീഡിന് എന്തുണ്ട്, ഒരു കുഞ്ഞ് സീഡ്ലിങ് വളരുമ്പോൾ സീഡിനകത്തുള്ള ഫുഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുഞ്ഞ് സീഡ്ലിങ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞു സീഡ് കോഡ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു യങ് എംബ്രിയോ. ഒന്നുമില്ല, ഇതൊരു സീഡാണെന്ന് വിചാരിക്കുക, ഈ വട്ടത്തിൽ ഞാൻ വരച്ചിരിക്കുന്ന ഒരു സീഡാണെന്ന് വിചാരിക്കുക. സീഡിനകത്താരുണ്ട്, എംബ്രിയോ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എന്ത് എംബ്രിയോ ഞാൻ വരച്ചേക്കുന്നത്, എന്തെങ്കിലും എംബ്രിയോ ആവട്ടെ, എന്തായാലും നിങ്ങൾക്ക് എംബ്രിയോയുടെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചാണല്ലോ. സോ ഇവിടെ എന്തുണ്ട്, എംബ്രിയോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എംബ്രിയോ കുഞ്ഞാണ് അല്ലെ, യങ് എംബ്രിയോ ആണ്. അപ്പോൾ എംബ്രിയോക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഡാമേജ് ഒന്നും വരാൻ പാടില്ല. കാരണം എംബ്രിയോ ഡാമേജ് ആയാൽ പിന്നെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട, നടക്കില്ല. അപ്പോൾ എംബ്രിയോ എന്ത് ചെയ്യരുത്, ഡാമേജ് ആവരുത്. അപ്പോൾ എംബ്രിയോ ഡാമേജ് ആവാതിരിക്കാൻ ആര് സംരക്ഷിക്കും, സീഡ് കോഡ് സംരക്ഷിക്കൂലേ. അപ്പോൾ സീഡ് കോഡ് എന്ത് ചെയ്യും, എംബ്രിയോ ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി എന്തിനെ സംരക്ഷിക്കും, യങ് എംബ്രിയോനെ എന്ത് ചെയ്യും, സംരക്ഷിക്കും. അതാണ് സീഡ് കോഡ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു യങ് എംബ്രിയോ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ലീഡ്സ് ടു വേരിയേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് സീഡിൻ്റെ മാത്രം ഒരു അഡ്വാൻറ്റേജ് അല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ആസ് എ ഹോൾ അഡ്വാൻറ്റേജ് ആണ്, വേരിയേഷനിലേക്ക് നയിക്കും. എന്താണ് വേരിയേഷൻ എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞു ഒരു പ്ലാന്റ് ഉണ്ട്, എ എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട്. ആ എ എന്ന് പറയുന്ന പ്ലാന്റ് അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വ്യത്യാസം ഞാൻ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ അത് അതേപോലെ എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞിലേക്ക് വരില്ലേ, വരും. ആ എൻ്റെ കുഞ്ഞ് വലുതായി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ആ എൻ്റെ കുഞ്ഞിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നോ അതൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിലേക്ക് വരും, റൈറ്റ്, വരും. അതേപോലെ വരും. മോശം ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വരും, നല്ല ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വരും. ഒരു തരത്തിലുള്ള വേരിയേഷൻ എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ അമ്മയും അച്ഛനെയും പോലെ എക്സാക്ട് ഡിറ്റോ കോപ്പിയാണോ നിങ്ങൾ, അല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആവാതിരുന്നത്, നമ്മൾ ഹ്യൂമൻസ് എന്താണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ശരിയല്ലേ. അതേപോലെ തന്നെ ഇവിടെ ആൻജിയോസ്പെംസ് അല്ലെങ്കിൽ ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫോളോ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താ, അവർക്ക് എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ എ എന്ന് പറയുന്നൊരു പ്ലാന്റും ബി എന്ന് പറയുന്നൊരു പ്ലാന്റും, 2 പ്ലാന്റ്സ് എന്ന് വിചാരിച്ചോ, ഈ എ പ്ലാന്റും ബി പ്ലാന്റും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുണ്ടാവുന്ന പ്ലാന്റ്, ഒരു സി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ കുഞ്ഞെന്ന് വിചാരിച്ചോ, സി എന്ന് പറഞ്ഞ പ്ലാന്റിന് കുറച്ച് എന്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും, കുറച്ച് ബീൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ എന്തുണ്ടാവും, അവിടെ വേരിയേഷൻ വരും. എനെ പോലെ തന്നെ ആയിരിക്കത്തില്ല, ബീനെ പോലെ തന്നെ ആയിരിക്കത്തില്ല, രണ്ടിനും കൂടെ ഒരു മിക്സഡ് ഫോം ആയിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വേരിയേഷൻ വരും. അതാണ് ലീഡ്സ് ടു വേരിയേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ചില സീഡ്സിന് എന്താണ്, ഡോർമൻസി പീരീഡ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് വിട്ടെ വയബിലിറ്റി കൂടുതലാണ്. എന്താണ് വയബിലിറ്റി, പോളൻ വയബിലിറ്റി. നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കായിരുന്നു എന്ത്, പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലത്തെ സംഭവമാണ് എന്ത്, സീഡ് വയബിലിറ്റി. ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം സമയം ഉണ്ടാവും, അതായത് സീഡ് ഉണ്ടായി അപ്പം തന്നെ ജെർമിനേറ്റ് ചെയ്താലേ അത് പുതിയൊരു പ്ലാന്റായി മാറും, അങ്ങനെ ഉണ്ടോ, അതോ സീഡ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജെർമിനേറ്റ് ചെയ്താലും പുതിയ പ്ലാന്റായിട്ട് മാറും, എന്താണ് അവസ്ഥ. പല സീഡ്സിനും പല രീതിയിലാട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുപ്പൈനസ് ആർക്റ്റിക്കസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്, ലുപ്പൈനസ് ആർക്റ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വയലറ്റ് ഒരു നീല ബ്ലൂയിഷ് വയലറ്റ് കളർ ഫ്ലവർ ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിൻ്റെ ഡോർമൻസി പീരീഡ് എത്രയാണ്,
10,000 വർഷം. എത്രയാ? 10,000 വർഷം. ഒന്ന് ആലോചിച്ച് നോക്കണേ, 10,000 വർഷം. അതായത് ഈ ലുപ്പൈനസ് ആർക്ടിക്കസ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വിത്ത് ഈ 10,000 വർഷം കഴിഞ്ഞിട്ടാണ് മുളയ്ക്കുന്നതെങ്കിലും എന്താവും, പ്രോപ്പറായിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 10,000 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഡോർമൻസി പീരീഡാണ്. 10,000 വർഷം അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും, ശരിയല്ലേ. അതേപോലെ ഫീനസ് ഡാക്ടിലിഫറ അല്ലെങ്കിൽ ഡേറ്റ് പാം അല്ലേ, നമ്മളെ ഈത്തപ്പഴത്തിന് ഡേറ്റ് പാം എന്ന് പറയുന്നതിന് എത്രയാ? 2000 ഇയേഴ്സ് ഓഫ് ഡോമൻസിയാണ്. എത്രയാ? 2000 വർഷമാണ് എന്ത് ഡോമൻസി പീരീഡ് എന്ന് വരുന്നത്. ഏതിന്? ഡേറ്റ് പാമിന്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അതാണ് എന്ത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സെക്ഷനും സീഡ്സ് എന്ന് പറയുന്ന സെക്ഷനും. അത്രയേ ഉള്ളൂ. ഇനി 2 ടേമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. വളരെ കുഞ്ഞു ടേമാണ്, നിങ്ങൾക്ക് 2 മാർക്സിനൊക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. എന്താണ്? അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. കേട്ടിട്ട് പേടിക്കണ്ട, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഫ്രൂട്ട് സീഡ് എന്നൊക്കെ നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാൻ മുമ്പ്. എന്താണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇതും കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു എൻഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. എന്താണ് അപ്പോമിക്സിസ്? അപ്പോ മിക്സ്ചറും അല്ല, അപ്പോ മിക്സ്ചറാണോ അപ്പോമിക്സിസ്? അല്ല, അപ്പോ മിക്സ്ചറും അല്ല അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? വല്ലാത്ത ചളിയായിപ്പോയി അല്ലേ, ഇങ്ങനെ ചളി അടിക്കല്ലേ. സോറി ഗൈസ്, ഐ അപ്പോളജൈസ്. ഓക്കെ, അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഫെർട്ടിലൈസേഷൻ നടത്താതെ സീഡ്സ് ഉണ്ടാക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ഫെർട്ടിലൈസേഷൻ നടത്താതെ നമുക്ക് സീഡ്സ് ഉണ്ടാക്കണം. പറ്റുമോ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്ത് ഉണ്ടാവുമോ? ഞാൻ നിങ്ങളോട് നേരത്തെ ബനാനേൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു എന്ത് ഫെർട്ടിലൈസേഷനേ നടന്നിട്ടില്ല, പിന്നെ സീഡ് ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇല്ല ഉണ്ടാവില്ല. ശരിയാണ്, നാച്ചുറലി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചോ. പക്ഷേ എനിക്കിപ്പോൾ ഞാനൊരു ലാബിലൊരു എന്താ പറയുക എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. എനിക്കൊരു പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു വിത്ത് ഉണ്ടാക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാനൊന്നും എനിക്ക് പാടില്ല. എനിക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്ത് ചെയ്യണം? വിത്ത് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് എന്ത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അപ്പോമിക്സിസ്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ്സ്. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിത്ത്. ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെക്കാനിസമാണ് എന്ത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നാച്ചുറലി നടക്കുന്ന എക്സാമ്പിൾ ആണെങ്കിൽ ആസ്ട്രേസിയ ഫാമിലിയിലെ കുറച്ച് ആൾക്കാർ, അതേപോലെ തന്നെ ചില ഗ്രാസസ്. ആസ്ട്രേസിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സൺഫ്ലവർ ഇല്ലേ, സൺഫ്ലവറിൻ്റെ ഫാമിലിയാണ് കേട്ടോ ആസ്ട്രേസിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആസ്ട്രേസിയയിലെ കുറച്ച് സ്പീഷീസും അതേപോലെ ചില ഗ്രാസ് ഫാമിലിയിലെ ചില സ്പീഷീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോമിക്സിസ് കാണിക്കുന്നുണ്ട്. അതായത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? സീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോമിക്സിസ് നാച്ചുറലി. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് അപ്പോമിക്സിസ് സ്വയം ചെയ്യണമെങ്കിൽ, നമുക്ക് ലാബിൽ നിന്ന് ചെയ്യണമെങ്കിൽ, ആർട്ടിഫിഷ്യലി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മെക്കാനിസമാണ്. എന്ത്? സീഡ്സ് ഡെവലപ്പ് ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അപ്പോമിക്സിസ് തന്നെയല്ലേ ബനാനയിൽ നടക്കുന്നത് അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് അത് ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോമിക്സിസ് തന്നെയല്ലേ ബനാനയിൽ നടക്കുന്നത്? ആണോ ഗൈസ്? അല്ല. എന്താ അപ്പോമിക്സിസിൻ്റെ ഡെഫിനേഷൻ എന്താ? ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്സ് എന്നാണോ? അല്ല, സ്പെഷ്യൽ മെക്കാനിസം ടു ഫോം സീഡ്സ് എന്നാണ്. ബനാനയിൽ എവിടെയോ സീഡ്സ്? ബനാനയിൽ സീഡ്സ് ഉണ്ടോ? ബനാന എന്ന് പറയുന്നത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആയിരുന്നു. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്ന സംഭവമായിരുന്നു എന്ത്? ബനാന എന്ന് പറയുന്നത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് എന്താണ് ഫോം ചെയ്യുന്നത്? സീഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. എന്താ ഫോം ചെയ്യുന്നത്? സീഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്ത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പം ആസ്ട്രേസിയ ഫാമിലിയും ചില ഗ്രാസസുമാണ് എന്ത്? ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടേം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ NCERT-യിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഫോം ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ്? ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്, പക്ഷെ കണ്ടാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നേ പറയൂ. കാരണം എന്താ? സീഡ് ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു കോൺസെപ്റ്റ് അനുസരിച്ച് സീഡ് ഉണ്ടായാൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ? സീഡ് ഉണ്ടാവണേ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇവിടെ സീഡ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഫെർട്ടിലൈസേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെന്താണ്? ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷേ എന്നാൽ സീഡ് ഉണ്ടാവുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഇതെന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ പോലെയുമാണ്. ഞാൻ എന്തൊക്കെയല്ലേ ഈ പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷേ ചില ഫീച്ചേഴ്സ് എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബട്ട് മിമിക്സ് എന്ന് പറഞ്ഞാൽ മിമിക്രി, അതായത് മിമിക്രി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇമിറ്റേറ്റ്സ്. ഓക്കെ, എന്നുള്ള അർത്ഥമാണ്. അവർ ഒരേപോലെ ഉണ്ടാവും. കുറേ ക്യാരക്ടേഴ്സൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷനെ പോലെ തോന്നിക്കുന്നത്. അപ്പോൾ എ ഫോം ഓഫ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാ? അപ്പോമിക്സിസാ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതില്ലേ എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ഡാഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ അപ്പോമിക്സിസ് എന്ന് പറയില്ലേ? പറയണം കേട്ടോ, പറയുമല്ലോ അല്ലേ, ദൈവത്തിനറിയാം. അപ്പോൾ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാണ്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ അപ്പോമിക്സിസിൻ്റെ കേസിൽ എന്തായാലും ഫെർട്ടിലൈസേഷൻ ഇല്ലല്ലോ. ഇതൊരു സീഡാണെന്ന് വിചാരിക്കുക.
ഇതൊരു സീഡാണെന്ന് വിചാരിക്കും. ഈ സീഡിനകത്ത് എന്തുണ്ട്? എംബ്രിയോ ഉണ്ടെന്ന് വിചാരിക്കും. സീഡിനകത്ത് എന്തുണ്ട്? സ്വാഭാവികമായിട്ടും എംബ്രിയോ ഉണ്ട്. എംബ്രിയോ എന്നല്ലേ ഗൈസ് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്? അതെ, അപ്പോൾ സീഡിനകത്ത് എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചിരുന്നു മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം സൈഗോട്ട് ഉണ്ടായിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഇവിടെ അതിനൊക്കെ സമയമുണ്ടോ? ഇല്ല. ഇവിടെ ഫെർട്ടിലൈസേഷനേ ഇല്ല. അപ്പോൾ ഇവിടെ ഫീമെയിൽ ഗാമറ്റും മെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നെ സൈഗോട്ടിന് എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇവിടെ ആരാ എംബ്രിയോ ആവുന്നത്? അതാണ് അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഡിപ്ലോയിഡ് എഗ് സെല്ല്, അതായത് നമ്മളെ എഗ്ഗില്ലേ, അത് മെയിൽ ഗാമറ്റിനൊന്നും കാത്തിക്കാതെ എനിക്ക് ഒരു മെയിൽ ഗാമറ്റിൻ്റെ ആവശ്യമില്ല, ഞാൻ സ്വന്തം എംബ്രിയോ ആവാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് സെൽ എന്ത് ചെയ്യും? എംബ്രിയോ ആവും. എന്താവും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് സെൽ എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി അങ്ങ് എംബ്രിയോ ആവും. ഒന്നെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ എന്താവാം? ന്യൂസെല്ലസ്, ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസെല്ലസ് ഇല്ലേ, ആ ന്യൂസെല്ലസിൻ്റെ അകത്തുള്ള സെൽസ് ഉണ്ടാവില്ലേ, സ്വാഭാവികമായിട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ. ഈ ന്യൂസെല്ലസിൻ്റെ അകത്തുള്ള ഡിപ്ലോയിഡ് സെൽസ് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അപ്പോമിക്സിസ് നടക്കുന്നത്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ എക്സെല്ല് പറയും എനിക്ക് മെയിൽ ഗാമറ്റിനൊന്നും ആവശ്യമില്ല, ഞാൻ സ്വന്തം എംബ്രിയോ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ എന്താവും? എംബ്രിയോ ആവും. ഒന്നെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ന്യൂസെല്ലാർ സെൽസ് ഇല്ലേ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ ന്യൂസെല്ലാർ സെൽസിന് എന്ത് ചെയ്യാം? എംബ്രിയോ ആയിട്ട് മാറാം. എക്സാമ്പിൾസ്, ഈ ന്യൂസെല്ലാർ സെൽസ് എംബ്രിയോ ആയിട്ട് മാറുന്ന എക്സാമ്പിൾസ് ആണ് മാംഗോ ആൻഡ് സിട്രസ്. മാംഗോയിനകത്തും സിട്രസിൻ്റെ അകത്തും എന്താ നടക്കുന്നത്? വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നടക്കാം. എങ്ങനെ നടക്കാം? ഈ പറഞ്ഞ ന്യൂസെല്ലാർ സെൽസ് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി എന്തായിട്ട് മാറാം? എംബ്രിയോ ആയിട്ട് മാറാം. റൈറ്റ്. അപ്പോൾ അതാണ് എന്ത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഈ അപ്പോമിക്സിസിനെ കൊണ്ട് നമുക്ക് എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, ഉപകാരം ഉണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ രണ്ട് ടേമും ഞാൻ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും. ശരിയല്ലേ? അപ്പോമിക്സിസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഡയറക്റ്റ്ലി സീഡ് ഡെവലപ്പ് ചെയ്യുന്ന എന്തോ ഒരു സ്പെഷ്യൽ മെക്കാനിസമാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത് അല്ലേ. ഫോം ഓഫ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെച്ചു. ഓക്കെ, അടുത്ത ടേം എന്തായിരുന്നു? പോളി എംബ്രിയോണി. പോളി എന്ന് പറഞ്ഞാൽ എന്താ? പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നൊരർത്ഥമുണ്ടോ? ഉണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസഗ്രി ചെയ്യാൻ പറ്റുമോ? ഇല്ല. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. എംബ്രിയോ, മെനി എംബ്രിയോ, കഴിഞ്ഞു. ഒരു സീഡിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് കാണുകയാണെങ്കിൽ വി കോൾ ഇറ്റ് പോളി എംബ്രിയോണി. അതായത് രണ്ടിൽ കൂടുതൽ, മെയിൻലി രണ്ടിൽ കൂടുതൽ എന്ന് പറയാം. ഓക്കെ, കാരണം എന്താ? രണ്ടിൽ കൂടുതൽ അല്ല, ഒന്നിൽ കൂടുതൽ എന്നോ പറയാം നമുക്ക്. ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് നമുക്ക് കാണുകയാണെങ്കിൽ വി കോൾ ഇറ്റ് പോളി എംബ്രിയോണി. കാരണം പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ മെനി എംബ്രിയോ, മോർ ദാൻ വൺ എംബ്രിയോ. ദ കണ്ടീഷൻ അല്ലെങ്കിൽ ദ ഫിനോമിനൻ വെർ മോർ ദാൻ വൺ എംബ്രിയോ ഇസ് സീൻ ഇൻ എ സീഡ് അല്ലേ, അല്ലെങ്കിൽ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഒരു വിത്തിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് കാണുന്നതിനാണ് എന്ത് പറയുന്നത്? പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡേ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നു, സിട്രസ് അല്ലേ. സിട്രസിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒന്നിൽ കൂടുതൽ. ഈ ഫിഗർ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 എംബ്രിയോ ഉണ്ട്. എന്ത്? ആ പറഞ്ഞ ഒരൊറ്റ സീഡിനകത്ത് അല്ലേ. അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഒരൊറ്റ സീഡ് കാണുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അപ്പോമിക്സിസും ക്ലിയർ ആയി, പോളി എംബ്രിയോണിയും ക്ലിയർ ആയി. ഡൺ. അപ്പോൾ എപ്പോമിക്സിൻ്റെ എന്താണ് അല്ലേ, എപ്പോമിക്സിസിൻ്റെ നമുക്ക് എന്താണ് ഉപകാരം, ഹ്യൂമൻസിന് എന്താണ് യൂസ് എന്നാണ് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഞാനൊരു ലാബിലെ ഒരാളാണ്, ഞാൻ ലാബിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഐ എം എ ബോട്ടണിസ്റ്റ് ഓർ എന്തോ ആവട്ടെ, ഒരു പ്ലാൻ ഗ്രോത്ത് ഡെവലപ്പറോ വാട്ട് എവർ, ഞാൻ എന്തോ ആവട്ടെ, ഞാനൊരു ലാബോറട്ടറിയിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു എ പ്ലാന്റ് ഉണ്ട്, ഒരു ബി പ്ലാന്റ് ഉണ്ട്. ഈ എ പ്ലാന്റിന് 10 നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു മോശം ക്യാരക്ടറും ഉണ്ട്. ഓക്കെ, ഒരു മോശം ക്യാരക്ടറും ഉണ്ട്. നമുക്ക് ആ മോശം ക്യാരക്ടർ വേണ്ടായിരുന്നു. പക്ഷേ ബി പ്ലാന്റിനകത്ത് 10 മോശം ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, പക്ഷേ ഒരു നല്ല ക്യാരക്ടറും ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഏത് ക്യാരക്ടറാണോ മോശമായിട്ട് വന്നത് ആ ക്യാരക്ടറാണ് ബിക്ക് നന്നായിട്ട് വന്നത്. ഞാൻ മുമ്പ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മാവിനകത്ത് നല്ല മാങ്ങയുണ്ട്, എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല അല്ലേ, വേഗം ഡിസീസ് വന്ന് മരിച്ചു പോകും. അങ്ങനത്തെ ഒരു മാവുണ്ട്, ആ മാവാണ് എ. ഓക്കെ, ആ മാവാണ് എ, എല്ലാം നല്ലതാണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. ഓക്കെ, പക്ഷേ ബി എന്ന് പറഞ്ഞാലോ, മാങ്ങയില്ല, മാങ്ങയ്ക്കിട്ട് സൈസും ഇല്ല, മാങ്ങയിട്ട് ഉണ്ടാവുകയില്ല, പക്ഷേ നല്ല ഡിസീസ് റെസിസ്റ്റൻസാണ് അല്ലേ, ഒരു തരത്തിലും ഒരു ഡിസീസും വരികയില്ല. അപ്പോൾ അങ്ങനെ 2 പ്ലാന്റ് ഉണ്ട്, എയും ബിയും. ഈ എനെയും ബീനെയും കൂടി ഞാൻ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി? സി കിട്ടി. ഒരു സി എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാന്റ് കിട്ടി. ഈ സിക്കകത്ത് എൻ്റെ 10 ഗുണങ്ങളും ഉണ്ട്,
അതേപോലെ ബീൻ്റെ ഒരു ഗുണമുണ്ട് അല്ലേ, അതായത് ഡിസീസ് റെസിസ്റ്റൻസും ഉണ്ട്, എൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതായത് നല്ല മാങ്ങയാണ്, ഒരുപാട് മാങ്ങ ഉണ്ടാവുകയും ചെയ്യും, അതേപോലെ തന്നെ എന്താ നല്ല നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ്, അതേപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് സിക്ക്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പ്ലാന്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പ്ലാന്റിനും ബി എന്ന് പറയുന്ന പ്ലാന്റും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ പുതിയൊരു പ്ലാന്റ് കിട്ടി. ഈ സി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഗുണം എന്താ, അതിലെല്ലാം നല്ല ക്യാരക്ടേഴ്സ് അല്ല, നല്ല മാങ്ങ ഉണ്ട്, നല്ല മാങ്ങയ്ക്ക് മധുരമുണ്ട്, ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സി പ്ലാന്റിന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് കിട്ടിയതല്ലേ. അപ്പം നമ്മൾ ഈ പ്ലാന്റിന് എന്താ വിളിക്കുക, ഹൈബ്രിഡ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക, ഹൈബ്രിഡ് എന്നാണ് വിളിക്കുക. മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഹൈബ്രിഡൈസേഷൻ, ഇതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഷ്ടപ്പെടുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അത്ര എളുപ്പമാണോ, അല്ല. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഈ ഹൈബ്രിഡൈസേഷനൊക്കെ ചെയ്ത് അല്ലേ ഒരു സി എന്ന് പറഞ്ഞ പ്ലാന്റൊക്കെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി, എല്ലാം അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് സി എന്ന് പറഞ്ഞ പ്ലാന്റ്. ഓക്കെ, ഇതിന് നമ്മൾ ഹൈബ്രിഡ് എന്ന് പേരുവിട്ട് വിളിച്ചു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെ എപ്പോഴും എനിക്കിരുന്ന് എയും ബിയും ക്രോസ് ചെയ്ത് സി ഉണ്ടാക്കി കളിക്കാൻ പറ്റുമോ? അതായത് എനിക്ക് ഒരു പ്ലാന്റ് പോരല്ലോ, എനിക്ക് കമേഴ്ഷ്യൽ യൂസേഴ്സിനാണെങ്കിൽ ഒരുപാട് പ്ലാന്റ് വേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ സി എന്ന് പറഞ്ഞ പ്ലാന്റ് ഓരോ എനെ ഓരോ ബീനെ എടുത്ത് ക്രോസ് ചെയ്ത് സി ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യാൻ നിന്നാൽ എത്ര വർഷം പിടിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരുപാട് ടൈം പിടിക്കില്ലേ? പകരം നമുക്ക് എന്ത് വേണം, ഈ സി എന്ന് പറഞ്ഞ പ്ലാന്റ് അല്ലേ, ഈ സി എന്ന് പറഞ്ഞ ഹൈബ്രിഡ് എന്ത് ചെയ്യണം, ഈ സി എന്ന് പറഞ്ഞ ഹൈബ്രിഡ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇമാജിൻ ദേ, സി എന്ന് പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് ഉണ്ട്, ഇതിനെ ഞാൻ ഡി എന്ന് പറയുന്ന ഒരു സാധാ പ്ലാന്റുമായിട്ട്, സാധാ ഒരു മാവ്, ഓക്കെ, ഈ ഡി എന്ന് പറഞ്ഞ ഒരു സാധാ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്ത് നമുക്ക് വേറെ ഒരു ഇ എന്ന് പറഞ്ഞ പ്ലാന്റ് കിട്ടുകയാണെന്ന് നിങ്ങൾ ചുമ്മാ വിചാരിക്കും, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല കേട്ടോ. ഹൈബ്രിഡ് ഉണ്ടായി എന്ന് മനസ്സിലായല്ലോ, ഒരു ചുമ്മാ ഒരു സിനാരിയോ ഞാൻ പറയാം. ഈ പറഞ്ഞ ഹൈബ്രിഡിനെ ഞാൻ ഡി എന്ന് പറഞ്ഞൊരു പ്ലാന്റുമായിട്ട് എന്ത് ചെയ്തു ക്രോസ് ചെയ്തിട്ട് എനിക്ക് ഇ കിട്ടിയെന്ന് വിചാരിക്കും. വീണ്ടും ഈ ഈൻ്റെ അകത്ത് സീൻ്റെ നല്ല ഗുണങ്ങളും ഉണ്ടാവും, ഡീൻ്റെ മോശം ഗുണങ്ങളും ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കിട്ടിയ നല്ല പ്ലാന്റിനെ വീണ്ടും വേറെ പ്ലാന്റ്സുമായിട്ട് ക്രോസ് ചെയ്ത് അത് പുതിയ പ്ലാൻ ഉണ്ടാക്കി എന്ത് സംഭവിക്കും, മോശം ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. ഓക്കെ, അതായത് ഈ സി എന്ന് പറയുന്ന ഹൈബ്രിഡിന് എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷേ ഈ സി എന്ന് പറഞ്ഞ പ്ലാന്റിനെ പോലെ തന്നെ വേറെയും കുറേ പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, വേണം. അല്ലെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഹൈബ്രിഡിൻ്റെ അതേപോലത്തെ പ്ലാൻ ഉണ്ടാക്കാൻ കഴിവുള്ള വിത്തുകൾ നമുക്ക് വേണം. നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്യും? അപ്പോമിക്സിസ് ഗൈസ്, ലൈക്ക് യൂസ് യുവർ കിഡ്നി. ഓക്കെ, അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, സീഡ്സ് ഉണ്ടാക്കും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, നമുക്കിവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. പക്ഷേ സീഡ്സ് കിട്ടണം. എങ്ങനെ ചെയ്യും? അപ്പോമിക്സിസ് അല്ലേ. അപ്പം ഹൈബ്രിഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോമിക്സിസ് വഴി നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ നമ്മൾ അപ്പോമിക്സ് എന്നാ പറയുക. ഓക്കെ, അപ്പം ഹൈബ്രിഡ്സിനെ നമ്മൾ എന്താക്കി മാറ്റും, അപ്പോമിക്സ് ആക്കി മാറ്റും. അങ്ങനെ ആക്കി മാറ്റി നമ്മളെ പ്രശ്നം കഴിഞ്ഞില്ലേ. അപ്പം അങ്ങനെയാണ് അപ്പോമിക്സിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?